മഹീന്ദ്രയുടെ അപ്ഡേറ്റഡ് ബൊലേറോ വരാൻ പോകുന്നു എന്നുള്ള ന്യൂസ് പലയിടങ്ങളിലും സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. റെഗുലറായിട്ട് ഓഗസ്റ്റ് 15-നാണ് മഹീന്ദ്ര അവരുടെ പുതിയ വാഹനങ്ങളെ ലോഞ്ച് ചെയ്യാറുള്ളത്. ഈ വർഷം പുതിയ പ്ലാറ്റ്ഫോമിൽ മഹീന്ദ്ര ബൊലേറോ അല്ലെങ്കിൽ ബൊലേറോ നിയോയെ ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്നുള്ള ന്യൂസ് വളരെയധികം സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ മഹീന്ദ്ര എന്ന വാഹന നിർമ്മാതാക്കൾ അതിനൊരു കൺഫർമേഷനും നൽകിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ മുന്നേ തന്നെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ന്യൂസിനെ കൺഫേം ചെയ്യുന്നതിനു വേണ്ടി മഹീന്ദ്ര ബൊലേറോയെ ക്യാമോഫ്ലേജ് ചെയ്തുകൊണ്ട് റോഡ് ടെസ്റ്റ് ചെയ്യുന്ന വിഷ്വലുകൾ ഇപ്പോൾ വളരെയധികം സ്പ്രെഡ് ആയിട്ടുണ്ട്. ഈ ലീക്കായ ഇമേജുകളെല്ലാം തന്നെ കംപ്ലീറ്റ്ലി പുതിയ ബൊലേറോയാണോ അതോ ഫേസ് ലിഫ്റ്റ് ചെയ്ത വെർഷനാണോ എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഈ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്ന ബൊലേറോ നിയോ കംപ്ലീറ്റ്ലി പുതിയ പ്ലാറ്റ്ഫോമിൽ നിർമ്മിക്കുന്ന വാഹനമല്ല. എക്സിസ്റ്റിംഗ് ബൊലേറോ നിയോയെ ഫേസ് ലിഫ്റ്റ് ചെയ്തുകൊണ്ട് ലോഞ്ച് ചെയ്യുന്നു. ആ കാരണം കൊണ്ട് തന്നെ ഷാസി ലെവലില് ഒരു തരത്തിലുള്ള ചേഞ്ചസും വരുന്നില്ല. ലാഡ്രോം ഫ്രെയിം ഷാസിയിൽ തന്നെയാണ് ഈ വാഹനവും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് കിട്ടിയിട്ടുള്ള ഇമേജസ് വെച്ച് നോക്കുമ്പോൾ മുന്നേയുള്ള ബൊലേറോ നിയോയിൽ നിന്ന് ഏതൊരു വിധത്തിലുള്ള പാനൽസും ഷെയർ ചെയ്യുന്നില്ല. ഓരോരോ ബോഡി എലമെന്റ്സും കംപ്ലീറ്റ് ആയിട്ട് റീഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇമേജസ് വെച്ച് നോക്കുമ്പോൾ ഫ്രണ്ട് എൻഡിലെ ഡിസ്റ്റന്റീവ് ആയിട്ടുള്ള മഹീന്ദ്രയുടെ ലോഗോ കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല സർക്കുലർ ആയിട്ടുള്ള ഹെഡ് ലാംപ്സ്, ഇതൊരു ടെസ്റ്റിംഗ് വാഹനമായതുകൊണ്ട് തന്നെ അതിൽ ഡിഫറെന്റ് യൂണിറ്റ്സും നൽകിയിരിക്കാം. ആക്ച്വൽ വെഹിക്കിൾസിൽ എയറോഡൈനാമിക് ഷേപ്പിലുള്ള ഹെഡ് ലാംപ്സ് ആയിരിക്കും എന്തായിരുന്നാലും നൽകുന്നത്. റിയർ എൻഡ് നോക്കുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഈ പുതിയ ബൊലേറോ നിയോയിൽ ലാൻഡ് റോവറിന്റെ ഡിഫൻഡർ പോലുള്ള ഷേപ്പിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കംപ്ലീറ്റ്ലി പുതിയ ഡോർസ്. ഈ മൂടിക്കെട്ടിയ ഇമേജസ് വെച്ച് നോക്കുമ്പോൾ ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് ആണ് നൽകിയിരിക്കുന്നത്. ലോവർ പാർട്ടില് ഡോമിനന്റ് ആയിട്ടുള്ള ബൾജസ്, ബോഡി ക്ലാഡിങ്ങും വലിയ വീൽ ആർച്ചും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മഹീന്ദ്ര കാറുകളിൽ വരുന്നത് പോലെ വലിയ 5 സ്പോക്ക് അലോയ് വീൽസും നൽകിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവയെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബൊലേറോ കാറിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. റിയർ എൻഡിലെ ബൊലേറോയുടെ പാരമ്പര്യമായ ടെയിൽ ഗേറ്റഡ് മൗണ്ടഡ് സ്പെയർ വീല് പുതിയ ബൊലേറോ നിയോയിലും നൽകിയിരിക്കുന്നു. ഈ പുതിയ ബൊലേറോ നിയോയില് ഹിഞ്ച് ടൈപ്പ് ഡോറും കാണാൻ സാധിക്കും. ഓവറോൾ ആയിട്ട് മസ്കുലർ ഡിസൈനിലും ടോൾ ബോയ് ഡിസൈൻ എലമെന്റിലും ഒരു പ്രീമിയം കാറ് എന്ന രീതിയിൽ ബൊലേറോയെ മാറ്റിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ബൊലേറോയ്ക്ക് ചേസസിലൊന്നും വേറെ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ആ ഒരു കാര്യം എന്തായാലും കൺഫേം തന്നെയാണ്. മാത്രമല്ല പവർ ട്രെയിൻ ഓപ്ഷൻസിലും വേറെ ചേഞ്ചസ് ഒന്നും വരില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. ടോർക്കിന് പ്രാതിനിധ്യം നൽകുന്ന വാഹനമാണ് മഹീന്ദ്ര ബൊലേറോ. സസ്പെൻഷൻ ഡിപ്പാർട്ട്മെന്റില് മഹീന്ദ്ര വളരെയധികം വർക്ക് ചെയ്യുന്നുണ്ട്. മഹീന്ദ്രയുടെ ഇപ്പോഴിറങ്ങുന്ന ഓരോ കാറുകളിലും മഹീന്ദ്ര ബൊലേറോയുടെ ഏറ്റവും വലിയ കുറവായിട്ട് കണ്ടിരുന്നത് യാത്രയിലുടനീളമുള്ള മഹീന്ദ്ര ബൊലേറോയുടെ ബൗൺസിംഗ് എഫക്റ്റ് ആണ്. എന്നാൽ പുതിയ മഹീന്ദ്ര ബൊലേറോയിൽ അത് പരിഹരിച്ചിട്ടുണ്ട് എന്നുമാണ് അറിയാൻ സാധിച്ചത്. പലരെയും ബൊലേറോ എന്ന വാഹനത്തിൽ നിന്നും പിന്തിരിപ്പിച്ചിട്ടുള്ളതും ഈ ഒരു ബൗൺസിംഗ് എഫക്റ്റ് തന്നെയാണ്. എന്നാൽ അത് സസ്പെൻഷനിൽ വളരെയധികം പരിഹരിച്ചുകൊണ്ട് റെഗുലറായിട്ടുള്ള SUV ബയേഴ്സിനും വാങ്ങാൻ സാധിക്കുന്ന വിധത്തിൽ ബൊലേറോ നിയോയെ മാറ്റിയിരിക്കുന്നു. മഹീന്ദ്ര ബൊലേറോയെ ക്യാമോഫ്ലേജ് ചെയ്ത് റോഡിൽ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വരുന്ന ഓഗസ്റ്റ് 15-ന് തന്നെ ഈ വാഹനത്തിന്റെ ലോഞ്ച് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഈ വാഹനം ലോഞ്ച് ആയാൽ സബ് 4 മീറ്റർ കോമ്പാക്ട് SUV-കൾക്ക് കോമ്പറ്റീഷൻ ടഫാക്കാനും സാധ്യതയുണ്ട്. നിങ്ങളിൽ തന്നെ ഒരു ചോദ്യം ഉണ്ടാകാം, അതിന് ബൊലേറോ ഒരു സബ് 4 മീറ്റർ കോമ്പാക്ട് SUV അല്ലല്ലോ എന്ന്. SUV എന്ന് പറഞ്ഞ് ഇപ്പോഴിറക്കുന്ന മിക്ക വാഹനങ്ങളും ക്രോസ് ഓവർ വാഹനങ്ങൾ മാത്രമാണ്. അതായത് പ്രോപ്പർ ആയിട്ടുള്ള SUV-കൾ അല്ല. എന്നാൽ ഈ ബൊലേറോ നിയോ ലാഡ്രോം ഫ്രെയിം ഷാസിയിൽ അപ്ഡേറ്റ് ചെയ്ത സസ്പെൻഷനോടെയും സ്റ്റൈലിംഗോടെയും ലോഞ്ച് ചെയ്താൽ 15 ലക്ഷം രൂപ ബഡ്ജറ്റിനുള്ളിൽ തന്നെ ഒരു റിയൽ ആയിട്ടുള്ള പ്രീമിയം SUV എക്സ്പീരിയൻസ് നൽകുവാനായിട്ട് സാധിക്കും. നിങ്ങളിൽ എത്ര പേർ ഈ ബൊലേറോ നിയോ ഫേസ് ലിഫ്റ്റിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം കമന്റ് സെക്ഷനിൽ പറയുക. മാത്രമല്ല ബൊലേറോ എന്ന വാഹനത്തെ പറ്റി നിങ്ങൾക്കറിയാവുന്ന ഇൻഫർമേഷൻസും കമന്റ് സെക്ഷനിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വണക്കം.